ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ എന്തോ ഒരു പദ്ധതി നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു പദ്ധതി എന്താണ് എന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം. ഇവിടെ ഒരു ബ്രഹ്മാണ്ടം നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു ബ്ലെസ്സിങ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു ഗിഫ്റ്റ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി അവരുടെ ആ ഒരു സംഘർഷ അവസ്ഥയിൽ പോലും അവർ എപ്പോഴും നല്ല വഴി മാത്രമാണ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച് സറണ്ടർ മോഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം ഉറപ്പായിട്ടും ഒരു ഗുഡ് ന്യൂസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് കൊടുത്ത് ഉറപ്പായിട്ടും രക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനൊരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഹോപ്പ്, നിങ്ങളുടെ ആ ഒരു ഭക്തി, നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം, അതിലൊന്നും നിങ്ങൾ ഒരു കുറവും വച്ചില്ല. എല്ലാം നിങ്ങൾ നല്ല രീതിയിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് ദൈവത്തിന് നിങ്ങൾ ഇത്രമാത്രം ഇഷ്ടമായതും. ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആകുന്നു, അതായത് ഭക്തിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു കുറച്ച് സമയത്തേക്ക്. പക്ഷേ വീണ്ടും നിങ്ങൾ ദൈവത്തിലോട്ട് തന്നെ വരുന്നു. നിങ്ങളല്ല വേറെ ആരാ എനിക്കുള്ളത്, നിങ്ങളേ ഉള്ളൂ എനിക്ക് ആശ്രയം എന്ന രീതിയിൽ വീണ്ടും നിങ്ങൾ ആ ഒരു ഭക്തി മാർഗം വരുന്നു. ഈ ഒരു സമയം നിങ്ങളെ കാത്തിരിപ്പിക്കാൻ പഠിപ്പിച്ചു. അതായത് എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ ദൈവമേ, എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങളുടെ എന്തെങ്കിലും മോശം സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അവിടെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ പറയും, ധൈര്യമായിട്ടിരിക്കൂ ഞാൻ കൂടെ ഇല്ലേ, ധൈര്യമായിട്ടിരിക്കൂ ഞാൻ കൂടെ ഇല്ലേ. അങ്ങനെ ആരോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീലാകുന്നു. ഈ ഒരു സമയം നിങ്ങൾ എത്രത്തോളം പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തനം വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ അത്രമാത്രം പരിവർത്തനം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സമയത്തിൻ്റെ ആശീർവാദവും ബ്രഹ്മാണ്ടത്തിൻ്റെ ആ ഒരു ആശീർവാദവും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തോ പ്രദാനം ചെയ്യാൻ പോകുകയാണ് ഈശ്വരൻ. നിങ്ങൾ അത്രമാത്രം ആ ഒരു കാര്യം ഡിസർവ് ചെയ്യുന്നു. ഇവിടെ മുന്നേ, അതായത് കുറേ വർഷത്തിന് മുമ്പേ നിങ്ങൾ ആഗ്രഹിച്ച ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഈ ഒരു സമയം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മറന്നുപോയ ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം നടത്തി തരുമ്പോൾ നിങ്ങൾക്ക് ഫീലാകും, ദൈവമേ നിങ്ങൾ ഇത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും ചെറിയ ആഗ്രഹങ്ങൾ, ഞാൻ മറന്നുപോയ ആഗ്രഹങ്ങൾ അതുപോലും എനിക്ക് പൂർത്തിയാക്കി തരുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ നന്ദി പറയും ദൈവത്തിനോട്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ബലം വളരെ മധുരമുള്ളതാണ്. നിങ്ങൾ അത്രമാത്രമാണ് കാത്തിരുന്നത്. ഇവിടെ കുറേ വർഷത്തിന് മുമ്പേ നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയവരാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു മുറിവ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ, ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ ഈ ഒരു മുറിവ് ഒരിക്കലും ആർക്കും നികത്തുവാൻ സാധിക്കത്തില്ല, അത്രമാത്രം വലിയൊരു മുറിവാണ് എനിക്ക് ലഭിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. അത്രമാത്രം വലിയൊരു ദുഃഖമാണ് നിങ്ങൾ അനുഭവിച്ചത്. ചില ട്രാൻസ്ഫർമേഷൻ ഈ രീതിയിലാണ് ഉണ്ടായത്. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുമെന്ന്. അതായത് നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനൊരു ശബ്ദം ഉണ്ടായിട്ടുണ്ടാകും, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ദൈവമേ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു മോശം സാഹചര്യത്തിൽ കൂടെ എനിക്ക് കടന്നു പോകേണ്ടി വരുമെന്ന്. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം വേദനകളും എന്തുമാത്രം മാറ്റങ്ങളൊക്കെയാണോ അംഗീകരിച്ച് മുന്നോട്ട് വന്നത്. അപ്പോൾ അത്രമാത്രം സന്തോഷമാണ് ഇനി ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ മനഃപൂർവ്വമായിട്ടല്ല ദൈവം നിങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞ്. ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് എപ്പോൾ എന്ത് തരണമെന്ന്. അതുകൊണ്ടാണ് നിങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും ഒരു വിശ്വാസമില്ല. ദൈവം എന്തിനാണ് എന്നെ ഇത്രയും മാത്രം വേദന അനുഭവിപ്പിച്ചത്, എന്തിനാണ് എന്നെ വീണ്ടും വീണ്ടും കാത്തിരിക്കാൻ പറയുന്നത്, എനിക്ക് ഒന്നിലും വിശ്വാസം വരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ത് കാര്യം ആയിക്കോട്ടെ അതൊന്നും നിങ്ങളുടെ ഫേവറിലല്ല ഇപ്പോൾ ഉള്ളത്. അത് കാരണമാണ് ഈശ്വരൻ്റെ പദ്ധതികളിൽ നിങ്ങൾ വിശ്വസിക്കാത്തത്. നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് ഈശ്വരൻ നിങ്ങൾക്ക് തന്നത് വളരെ കുറച്ചും നിങ്ങളിൽ നിന്ന് എടുത്തത് വളരെ കൂടുതലുമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിനെ കുറിച്ച് ആരും ചിന്തിച്ചില്ല. എപ്പോഴാണോ മറ്റുള്ളവർക്ക് സ്വാർത്ഥഭാവം വരുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് സ്ഥിതികൾ മാറ്റുന്നു. എനിക്കത് അംഗീകരിക്കേണ്ട അവസ്ഥയും വരുന്നു. അതാണ് എൻ്റെ അവസ്ഥ എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളുടെ കാര്യം മാത്രം വരുമ്പോഴാണ് ഇങ്ങനെ, മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഇങ്ങനെ, എൻ്റെ ലൈഫിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, ഞാൻ മാത്രം എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്നു. ചില സമയം ഈശ്വരനോട് നിങ്ങൾ പറയുന്നു, എന്നെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, ഈശ്വരൻ പോലും ഇപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ദൈവത്തിനോട് നിങ്ങൾ പരാതി പറയാറുണ്ട്.
അപ്പോൾ ഇതിനുള്ള ഉത്തരമായിട്ട് ദൈവം നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ച് വച്ചിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് ഈശ്വരൻ പറയുന്നത്. അതായത് പോകെ പോകെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം കണ്ണാലെ കാണൂ. അപ്പോൾ ഈശ്വരൻ എന്താണോ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വച്ചേക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രാപ്തമാകുക തന്നെ ചെയ്യും. ഇവിടെ അങ്ങനെയാണ് നിങ്ങൾ ഓരോ സിറ്റുവേഷൻസും ഡീൽ ചെയ്തത്. ഒരു വ്യക്തിക്ക് പോലും ആ ഒരു ഡീലിംഗ് കണ്ട് പ്രസന്നനാകാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈശ്വരൻ പ്രസന്നനാകത്തില്ല നിങ്ങളിൽ? ഉറപ്പായിട്ടും പ്രസന്നനാണ് ഈശ്വരൻ നിങ്ങളിൽ. നിങ്ങൾ കർത്തവ്യത്തിനെയാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ എത്ര മോശം സാഹചര്യത്തിലായാലും നിങ്ങളുടെ ആ ഒരു വാല്യൂ ഒരിക്കലും താഴേക്ക് കൊണ്ടുവരുന്നില്ല. ആ വാല്യൂ നിങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു, കൂടാതെ നെഗറ്റീവ് ആകുന്നുമില്ല. അപ്പോൾ അതൊക്കെ ഈശ്വരൻ നിങ്ങൾ ഒത്തിരി പ്രസന്നനാക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോയതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസർവ് ചെയ്ത സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്ത് ലൈഫിൽ കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു റീസൺ ഇല്ലാതെ സംഭവിക്കത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഹൈഡായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈശ്വരൻ്റെ പദ്ധതിയിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഓരോ സമയത്തും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വന്ന് കഴിയുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു സന്തോഷം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സന്തോഷം ലഭിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നും. മുന്നോട്ട് ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ആശീർവാദമാണോ ഭഗവാന്റെ ലഭിക്കാൻ പോകുന്നത്, അതിൽ വിശ്വസിക്കുക നിങ്ങൾ. ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഗോ വിത്ത് ഫ്ലോയിൽ പോകാനാണ് ഈശ്വരൻ പറയുന്നത് നിങ്ങളോട്. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ആ ഒരു സ്ഥിതി വരുന്നോ, അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു 2026 എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്, അതായത് ഒന്ന് എൻഡായി ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന ആ ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ലൈഫിൽ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാതെ മുന്നോട്ട് പോകാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വർഷമെന്ന് പറയുന്ന പുതിയ പുതിയ അവസരങ്ങളും പുതിയ പുതിയ ചിന്തകളും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു വർഷമാണ് ഈ ഒരു വർഷം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത്, അത് നിങ്ങൾ വർക്ക് ചെയ്യുക, അത് നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കാനാണ് ഈശ്വരൻ പറയുന്നത്. ഇത് ഒരിക്കലും ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴായാലും നിങ്ങളുടെ ലൈഫ് നിങ്ങളെ പിറകിലോട്ട് വലിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പിറകിലോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകണം. പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഒരു പാഠം ലഭിച്ചത്, ആ ഒരു പാഠം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് വലിയൊരു സക്സസ് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വർഷം ആ രീതിയിലുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ തുറക്കുന്നതായിട്ട്, ആ ഒരു വാതിലിൽ നിങ്ങൾക്ക് വലിയൊരു അവസരം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട്. ഈ വർഷം തന്നെ അങ്ങനൊരു അവസരം നിങ്ങളുടെ ലൈഫിൽ വരികയും ചെയ്യും, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയും ചെയ്യും. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ ലീഡ് ചെയ്യുന്ന ഒരാളായി മാറുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ടീമിനെയും കൊണ്ടുപോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ കുറേ മാസം കഴിഞ്ഞിട്ട്, കുറേ വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കാൻ പോകുന്നതെന്നല്ല പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിയർ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അവസരം നിങ്ങളെ തേടി വരുമെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു വർഷത്തിൻ്റെ ആ ഒരു അത്ഭുതം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. 2026 എന്ന് പറയുന്ന സൂര്യൻ്റെ വർഷമാണ്. അപ്പോൾ നിങ്ങളെ സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുക തന്നെ ചെയ്യും ഈ ഒരു വർഷം. ബ്ലാക്ക് ബ്ലൂ കളർ വസ്ത്രം അവോയ്ഡ് ചെയ്യുക ധരിക്കുന്നത്. കുറച്ച് റിലാക്സ് ആവുക, ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ അവസരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് ചേഞ്ച് ആക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു സണ്ണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ താമസിപ്പിക്കത്തില്ല. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടണോ അതെല്ലാം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്തോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്, അതായത് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഈശ്വരൻ ഒരു അവസരം നിങ്ങൾക്ക് ഇട്ട് തരികയാണ്, ഇതാണ് നിൻ്റെ അവസരം, നീ ഇതിൽ പിടിച്ച് കയറിക്കോ എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോം ലഭിക്കുന്നില്ല അതനുസരിച്ചുള്ള. അപ്പോൾ അങ്ങനൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾ സക്സസ് നേടും.
ഇവിടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിവൈൻ ടൈം ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഗ്രഹങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മുന്നത്തെ ആ ഒരു സമയം എങ്ങനെയെന്ന് വെച്ചാൽ അതായത് ഒരു വ്യക്തി തെറ്റുകാരല്ല, എന്നിട്ടും അവർക്ക് ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ വന്നു, അങ്ങനെയുള്ള സമയം. പക്ഷേ ഇപ്പോഴത്തെ സമയം നോക്കൂ നിങ്ങൾ, അതായത് ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം കിട്ടുന്ന അതായത് നിങ്ങൾക്ക് ന്യായവും നിങ്ങളുടെ നേരെ തെറ്റ് ചെയ്തവർക്ക് ആ ഒരു കർമ്മത്തിൻ്റെ ബലം ലഭിക്കുന്നതുമായിട്ടുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ആ ഒരു ദുഃഖങ്ങളെല്ലാം സഹിച്ചത്. അപ്പോൾ ദൈവം ആഗ്രഹിച്ചു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരുന്നത്. ഈ ഒരു ട്രാൻസ്ഫർമേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും സക്സസ് ലഭിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം സമയത്തിൻ്റെ ആ ഒരു ലാഭം നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ കൂടുതലായിട്ട് കഠിനാധ്വാനം ചെയ്യുക. ചില സമയം അലസതകളെല്ലാം നിങ്ങളെ കീഴടക്കാൻ ശ്രമിക്കും. പക്ഷേ എന്നാലും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ ഒരു സമയം. ഈ ഒരു സമയം നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അപ്പോൾ എന്ത് അവസരമാണോ നിങ്ങളെ തേടി വരുന്ന ആ ഒരു അവസരം നിങ്ങൾ മനസ്സിലാക്കി അത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ രാജയോഗത്തിൻ്റെ ആ ഒരു സ്ഥിതി ക്രിയേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ലാഭം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ചില ആൾക്കാർ ചിലപ്പോൾ രാശി വെച്ച് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും രാജയോഗമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു രാജയോഗത്തിൻ്റെ ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു സമയം അങ്ങനെ ഒരു തലത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ക്രിയേറ്റ് ആക്കിയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിത് തരണം എന്നാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ദൈവം തരിക തന്നെ ചെയ്യും. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒത്തിരി അപമാനം സഹിച്ച വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്പർ 111 അല്ലെങ്കിൽ 11 ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ലേ എൻ്റെ ലൈഫിൽ എന്തോ നല്ലതുണ്ടാവാൻ പോവുകയാണ്, നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്ന്? ഇല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആരോ പറയുന്നതായിട്ട് എന്തോ നല്ലത് സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു റിലാക്സേഷൻ, ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ആവുന്നതായിട്ട് എന്തോ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ ആർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ അവർ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വൈറ്റ് കളർ ആയിരിക്കും കാണാൻ സാധിക്കുക. എവിടെ നോക്കിയാലും വൈറ്റ് കളർ. ഇപ്പോൾ നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് പഴയതുപോലെ ആരോടും ഒരു വിദ്വേഷമോ അതായത് എന്നോട് ലൈഫിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും അവരോട് തിരിച്ച് അങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു ഭാവം ഇല്ല. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ഷമ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ചേഞ്ചസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരാൻ പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ചേഞ്ചസ് നിങ്ങളിൽ ഉണ്ടാവുന്നത്. മുന്നേക്ക് ആരോടും ക്ഷമിക്കാൻ നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആരോടും ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സ് വന്നിട്ടുണ്ട്. എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ എന്തിനാ അവരോടൊക്കെ ദേഷ്യം കാണിക്കണം, അവരോടൊക്കെ പകരം വീട്ടണം. മുകളിൽ ഒരാളിരുന്ന് എല്ലാം കാണുന്നുണ്ടല്ലോ, ഈശ്വരൻ എല്ലാം അറിയുന്നുണ്ട്, ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ആ ഒരു ഫൊർഗീവിൻ്റെ ആ ഒരു ഭാവത്തിലാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ അത്രത്തോളം പ്യുവറായിട്ടുള്ള സോളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മോശം രീതിയിൽ പണം സമ്പാദിക്കാനും മോശം മാർഗത്തിൽ കൂടെ പോകാനും ഉള്ള പല വഴികളും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതൊന്നും ചൂസ് ചെയ്യത്തില്ല. നിങ്ങൾ എപ്പോഴും നല്ല മാർഗം മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അതും പ്യുവർ സോളിൻ്റെ ആ ഒരു നല്ല ഗുണമാണ്. നിങ്ങളെപ്പോഴും ഈശ്വരൻ്റെ വഴിയിൽ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈശ്വരൻ്റെ ആ ഒരു വഴിയിൽ കൂടെ പോയാൽ എനിക്ക് എപ്പോഴായാലും ന്യായം ലഭിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങളുടെ ആഗമനം ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഒരു വർഷം വലിയ ഒരു രീതിയിലുള്ള പരിവർത്തനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. എന്തെങ്കിലും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, പുതിയ ജോലി ലഭിക്കുക. നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പ് ചെയ്യുന്നവരാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ജോലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു വർഷം അങ്ങനെയാണ്, നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.
ഇനി പുറത്ത് പോവാൻ നിങ്ങൾ തയ്യാറെടുപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുറത്ത് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ഒരു വർഷം സെൻട്രൽ കൊണ്ടുവരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു ടീമിനെ ലീഡ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള എന്ത് എക്സാമാണോ നിങ്ങൾ ചെയ്യുന്നത്, അതായത് ജോലി റിലേറ്റഡ് ആയിട്ട് എന്ത് എക്സാമാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. ഉറപ്പായിട്ടും അതിൻ്റെ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടും, നിങ്ങൾക്ക് നെയിം ഫെയിം ഒത്തിരി ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സമയം മനസ്സിലാക്കി നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ആലസ്യം വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഇവിടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് മുഴുവനും നിങ്ങൾക്ക് അവസരം കൊണ്ട് തരുന്ന വർഷമാണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ അവസരങ്ങളായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാഭം എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എവിടെയാണോ സപ്പോർട്ടിന് ആവശ്യം വരുന്നത് അവിടെയെല്ലാം പ്രകൃതി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ ഒരാളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. എപ്പോഴൊക്കെ ജൂപ്പിറ്റർ നമ്മുടെ ഫേവറായിട്ട് നിൽക്കുമോ അപ്പോഴെല്ലാം നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതായത് മിറാക്കിൾ പോലെയുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രമാത്രം മോശം സാഹചര്യങ്ങളാണ് സഹിച്ചത്. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്ത് തരുന്ന റിവാർഡാണ് ഈ ഒരു അവസരങ്ങൾ. അപ്പോൾ ഈ ഒരു അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത്. ഇപ്പോൾ കഴിഞ്ഞു പോയ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ പരീക്ഷാകാലമായിരുന്നു. ആ ഒരു പരീക്ഷാകാലം നിങ്ങൾ നല്ല രീതിയിൽ പാസ്സായി വന്നു. ഇനി അതിൻ്റെ റിവാർഡ് കിട്ടാനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് മനസ്സിൽ വരികയാണ്, എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്മേൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു പുതിയ തുടക്കം, പുതിയ ഒരു ആക്ഷൻ എന്താണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് അത് എടുക്കുക, മുന്നോട്ട് പോവുക. ലൈഫിൽ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കരുത്. അപ്പം ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിലെ ഗോൾഡൻ ടൈമാണ്. നിങ്ങൾക്ക് ഇതുവരെയും ലഭിക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് ഏജിലാണ്, ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഈ ഏജിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്ന രീതിയിൽ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അന്ന് പറഞ്ഞില്ലേ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനാണിപ്പോൾ ഈ അവസ്ഥയിലായത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. യെല്ലോ കളറും ലൈറ്റ് പിങ്ക് കളറും കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇനി ലൈഫിൽ ബിസി ആവുന്നത് കൊണ്ട് തന്നെ ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന ആ ഒരു സ്ഥിതി മാറും നിങ്ങൾക്ക്. 25 മാർച്ചിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ജോബിൻ്റെ ഓഫർ അല്ലെങ്കിൽ എന്തോ ഒരു അവസരം നിങ്ങൾക്ക് നല്ല രീതിയിൽ വരും. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ മാർച്ച് 25 മുന്നേ അല്ലെങ്കിൽ മാർച്ചിന് മുമ്പേ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ജോബ് ഓഫർ വരും. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ മാസവും എനിക്ക് ഇത്ര ഇൻകം കിട്ടണം, അങ്ങനെ ഒരു ഇൻകം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതിലൂടെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും ഒത്തിരി സന്തോഷങ്ങൾ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം വരുന്നതിലൂടെ നിങ്ങളുടെ തകർന്നുപോയ ആ ഒരു കോൺഫിഡൻസ് വീണ്ടും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മാർച്ച് 25 ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആവുന്നെന്നും നിങ്ങൾ തന്നെ നോക്കിക്കാണൂ. ഇപ്പോൾ ജോബാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ ജോബ് ലഭിക്കും. ബിസിനസ്സാണ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു നല്ല അവസരം നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് മാറി ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷം മുഴുവനും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വർഷമാണ്. ഓരോ മന്തും ഓരോ മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇത്ര നാളുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു 1, 2, 3 നമ്പർ ഇങ്ങനെ ക്രമത്തിൽ കാണുന്നത് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരാൻ പോകുമ്പോഴാണ്. അപ്പോൾ ഓരോ മന്തും നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.